തുടങ്ങാം. ബിരിയാണി ബിരിയാണി ബിരിയാണി. ഇതാ വേൾഡ്സ് നമ്പർ 1 ബിരിയാണി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ദിനേശേട്ടാ, ഇതിൻ്റെ അകത്ത് സാലഡും അച്ചാറും മുട്ടയൊന്നുമില്ല. ഈ മുട്ടയും സലാഡും അച്ചാറൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. ആണോ? വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗ് അച്ചറുണ്ടാക്കിയേ. ഓൾഡ് ബാഗോ പിക്കിൾസ്. വേൾഡ്സ് നമ്പർ 1. ഒന്നുമില്ലേ? ഓ, അതിന് ഭാഷയില്ല. ഒന്നുമില്ല. എന്റെ അമ്മോ, പാടില്ല. നിർത്തോ. കുറെ നേരം തന്നെ തൊഴുകണോ? ഞാൻ എന്താ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്. എനിക്ക് ദിനേശേട്ടനെ പോലെ അങ്ങനെ പറയാനൊന്നും അറിയില്ല. ബിരിയാണി കൊള്ളൂല. നീ ഏതടി? നീ ബിരിയാണി കണ്ടിട്ടുണ്ടാ? ഇത് ബിരിയാണി അല്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നീ നല്ല ബിരിയാണി കണ്ടിട്ടുണ്ടോ? ആ, പക്ഷെ ഈ ബിരിയാണി കൊള്ളൂല. ഇത് മോശം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതേ എൻ്റെ അമ്മയുടെ റെസിപ്പി ഈ ബിരിയാണി. അത് ഞങ്ങൾ കുറേ ആളുകൾക്ക് ഈ ബിരിയാണി വെച്ചു കൊടുത്തിട്ടാണ് ഈ ബിരിയാണി ഇപ്പം നിനക്ക് ഞാൻ വെച്ച് തരുന്നത് കേട്ടാ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അയ്യേ, അപ്പൊ അമ്മക്കും ബിരിയാണി വെക്കാൻ അറിയില്ല? അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഇതൊന്നും ദിനേശേട്ടാ, ഇവിടെ മൊത്തം ഈച്ച. ഈ ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന് പോറ്റുന്നൊന്നുമല്ല. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ദിനേശേട്ടാ, ഈ അരിയും ചിക്കനെല്ലാം വെറുതെ വിറകടുപ്പ് കൂട്ടിയിട്ടാൽ ബിരിയാണി ആവൂല. നിനക്കെല്ലാം എന്ത് ബിരിയാണി ഇറങ്ങി തിന്നണ്ട. പോയി പിണങ്ങിപ്പോയി.